അതൊക്കെ ഉള്ളതാണെന്ന് തെളിയിക്കപ്പെട്ട രാഹുലിനെ അവിടെ തച്ച് കൊല്ലണം. അപ്പോ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ MLA കുറിച്ചാണ്. അദ്ദേഹം ഒരു പെണ്ണിനെ വയറ്റിലുണ്ടാക്കി അതിനെ ഇല്ലാതാക്കാൻ, ആ കുഞ്ഞിനെ കൊന്നു കളയാൻ പറഞ്ഞു എന്നുള്ള ആരോപണമാണ് അദ്ദേഹത്തിന്റെ നേരെ പോകുന്നത്. ഓർക്കണം, ഒരു 20-25 കൊല്ലം കഴിഞ്ഞാൽ കേരളം ഭരിക്കേണ്ട, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ വരെ കൽപ്പുള്ള ഒരു യുവ നേതാവ് ഉള്ള കേസാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ വോയിസും അപ്പുറത്തൊരു റോബോട്ടിക് സൗണ്ടും, ആ പെണ്ണിന്റെ വോയിസ് ചിലപ്പോൾ പെണ്ണിന്റെ വോയിസ് ശരിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം റോബോട്ടിക് സൗണ്ടും വെച്ച് AI യുഗത്തിൽ ഇതൊന്നും നിസ്സാരമല്ല, ഇതൊന്നും വിഷയമുള്ള കേസേ അല്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ആ പെണ്ണ് കേസ് കൊടുത്ത് ഇത് രാഹുലിന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റ് നടക്കേണ്ട ഒരു വിഷയമേ ഉള്ളൂ. സിമ്പിൾ കേസാണ്. പോലീസിന് കുറെ മല കയറി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രതി അവിടെയുണ്ട്, വാദി ഇവിടെയുണ്ട്. ജസ്റ്റ് വാദിക്ക് വയറ്റിലുണ്ട് എന്നാ പറയണത്. ഉണ്ടെങ്കിൽ അതൊന്ന് തെളിയിക്കട്ടെ. അത് ഇപ്പം ലൈവിൽ വയറ്റിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഒരാൾക്ക് വൾഗർ അയക്കണം മെസ്സേജ് അയച്ചിക്കണെന്ന്. വൾഗർ ഇപ്പം ഫേമസ് ആയി. ഉദ്ഘാടനത്തിന് മാങ്ങാകടക്ക് ഉദ്ഘാടനം ചെയ്യാൻ വൾഗറിനെ കൊണ്ടുപോകേണ്ട ആൾക്കാർ. ഏതായാലും ഇരയല്ലേ, ഇരയെ പിന്താങ്ങൽ ശരിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഒരു തത്തി വന്നാണ് 9. ആ ചങ്ങായിന് ഓന് വിളിച്ചീനി അയിമ പൊളിഞ്ഞത്. ഇതൊക്കെ ഇറക്കുമ്പോ നോക്കണ്ടേ, ഇങ്ങനൊക്കെ ഇറക്കുമ്പോ നോക്കണ്ടേ വെറുതെ. അതൊക്കെ ഉള്ളതാണെന്ന് തെളിയിക്കപ്പെട്ട രാഹുലിനെ അവിടെ തച്ച് കൊല്ലണം. ഓൾക്ക് വിളിച്ചുകാണ്ട്, ഓൾക്കല്ല ഓനിളുക്ക്, രണ്ടിലും നടുവിലാണല്ലോ. ഓനിളുക്ക് നമ്മളെ ജാസിന്റെ ബാക്കി ഓനിളുക്ക് വിളിച്ചുകാണ്ട് ചോദിച്ചാലോ, ഞാൻ എന്നെ പീഡിപ്പിക്കണം, എനിക്ക് എന്നെ ബലാത്സംഗം ചെയ്യണം, അങ്ങനൊക്കെ പറഞ്ഞ അതിനൊക്കെ ആരർക്കിയതാ ഗ്രൗണ്ടിൽ കിറപ്പേ. ഓർക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയുടെ സുൽത്താൻ, പാവപ്പെട്ട സാധുജനങ്ങൾക്ക് വേണ്ടി ആ വയസ്സാം കാലത്തും ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന കേരളക്കരയുടെ കരളിന്റെ കഷ്ണം, ജനങ്ങളെ തന്റെ നെഞ്ചിലേറ്റിയ ഒരു നേതാവുണ്ടായിരുന്നു നമുക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞി. സരിത എന്ന തേവിടിച്ചിക്ക് വേണ്ടി, സരിത എന്ന വേശ്യയെ ഇറക്കിക്കൊണ്ട് ഒരു ഭരണത്തിന് വേണ്ടി എല്ലാ കഥകൾ പാടിക്കൊണ്ട് സരിത എന്ന വേശ്യയെ പോലെ ഇറക്കിക്കൊണ്ട് ഈ രാഹുലിന്റെയും നിങ്ങൾ തീർക്കാൻ ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതൊക്കെ തെളിയിക്കപ്പെടാൻ രാഹുലിനെതിരെ കേസിന് നിങ്ങൾ നമ്മുടെ കുഞ്ഞൂഞ്ഞിനെ കുടിക്കരുത്. നിങ്ങൾ കേസിന് പോകണം, രാഹുലിനെതിരെ കേസിന് പോകണം. ആരാണോ ഇത് ചെയ്തത് അവൻക്കെതിരെ കേസിന് പോയിട്ട് അവനെ DNA ടെസ്റ്റ് നടത്തിയാൽ തെളിയേണ്ട വിഷയമേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല ഇതിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ട് രാഹുലിനെ പിടിച്ച് പുറത്തിടുക. ഓക്കെ.